ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. കൺസർവേറ്റിസം കോൺസെപ്റ്റിനെ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് പ്രൂഡൻസ് എന്നും പറയുന്നു. കൺസർവേറ്റിസം കോൺസെപ്റ്റിലൂടെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഒരു ഗൈഡൻസ്, മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ കൺസർവേറ്റിസം കോൺസെപ്റ്റ് നമ്മൾ ഹൗ ടു പ്ലേയിങ് സേഫ് എന്നുള്ള ഒരു പോളിസിയുടെ ബേസ് ചെയ്തിട്ടാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പ്ലേയിങ് സേഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം അസർട്ടൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം. ഒരിക്കലും ഇൻകം ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പാടില്ല. നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ സ്റ്റേറ്റഡ്. അധികമായിട്ട് ആക്ച്വൽ ഉള്ളതിലും കൂടുതൽ പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാനോ കാണിക്കാനായിട്ടോ പാടില്ല. അതാണ് പ്ലേയിങ് സേഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ആക്ച്വൽ ഉള്ളതിനേക്കാൾ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുറേ അധികം പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുമ്പോൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ഇനി പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിച്ചാൽ എന്താണ് പ്രശ്നം? ആക്ച്വലുള്ളതിനേക്കാളും നമ്മൾ അസർട്ടൈൻ ചെയ്തപ്പോൾ അല്പം പ്രോഫിറ്റ് കൂടിപ്പോയാൽ എന്താണ് പ്രശ്നം? കാരണം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് നമ്മുടെ P&L അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള സ്റ്റേറ്റ് ആയിട്ട് വരും. അതായത് നമ്മൾ ആക്ച്വലി അസർട്ടൈൻ ചെയ്ത അത്രയും പ്രോഫിറ്റ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിൽ നിന്നായി പോകും. അപ്പോൾ ഡിവിഡൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്നും ഡിവിഡൻഡ് കൊടുത്താൽ എന്താണ് അവസ്ഥ? ഇറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ ക്യാപിറ്റലിൽ റിഡക്ഷൻ വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് കൺസർവേറ്റിസം കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഓവർ സ്റ്റേറ്റഡ് ആവാതെ നോക്കുക. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഓവർ സ്റ്റേറ്റഡ് ആവാതെ നോക്കാം? ഒരു പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അൺടിൽ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. നമ്മൾ പ്രോഫിറ്റ് അസ്യൂം ചെയ്തൊരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത്ര പ്രോഫിറ്റ് കിട്ടാം എന്നുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിയലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് മാത്രമേ വി ആർ റെക്കോർഡിങ് പ്രോഫിറ്റ്. നേരെ മറിച്ച് ഒരു ലോസ് ആണെങ്കിൽ, ഒരു ലോസ് സംഭവിക്കാനുള്ള, നഷ്ടം സംഭവിക്കാനുള്ള ഒരു റിമോട്ട് പോസിബിലിറ്റി, ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിലും നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പം അതും കൺസിഡർ ചെയ്യണം. ലോസ് ആണെങ്കിൽ ഒരു ചെറിയ സാധ്യത പോലും നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് അൺടിൽ ഇറ്റ് ഈസ് റിയലൈസ് ചെയ്യുന്നവരെ നമ്മളത് കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് കുറച്ച് ഇല്ലസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് നോക്കിയാലോ? ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മളെപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലോവർ അത് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യൂ. കാരണം മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്താലും ഈ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഗെയിൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഏതാണ് ലോവർ അതാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആവാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.